മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകി കരിപ്പൂർ വിമാനത്താവളം തുറന്നിട്ട് 38 വർഷം തികയുമ്പോഴും ദീർഘവീക്ഷണമില്ലാത്ത ആസൂത്രണം തിരിച്ചടിയാവുകയാണ്. 1988 ഏപ്രിൽ 13 ഒരു വിഷുത്തലേന്നാണ് കരിപ്പൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നത്. തുടക്കത്തിൽ മുംബൈയിലേക്കുള്ള ആഭ്യന്തര സർവീസുകൾ മാത്രമായിരുന്നുവെങ്കിൽ 1992 മുതൽ ഷാർജ സർവീസുകൾ തുടങ്ങിയതോടെ മലബാറിന്റെ വികസന കുതിപ്പിന് ആക്കം കൂടി. 2001 റൺവേ വികസനം പൂർത്തിയാക്കി ജിദ്ദയിലേക്ക് ഹജ്ജ് സർവീസുകൾ ആരംഭിച്ചതും 2006 അന്താരാഷ്ട്ര പദവി ലഭിച്ചതും കരിപ്പൂരിന്റെ നാഴികക്കല്ലുകളാണ്. എയർപോർട്ട് അതോറിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന വിമാനത്താവളങ്ങളിലൊന്നായിരുന്നിട്ടും 2015 മെയ് മുതൽ വലിയ വിമാനങ്ങളുടെ സർവീസ് പിൻവലിച്ചതോടെയാണ് കരിപ്പൂരിന്റെ കഷ്ടകാലം തുടങ്ങിയത്. റൺവേ നവീകരണത്തിനായി പിൻവലിച്ച വലിയ വിമാനങ്ങൾ പിന്നീട് ഭാഗികമായി മടങ്ങിയെത്തിയെങ്കിലും 2020 വിമാനാപകടത്തെ തുടർന്ന് അവ വീണ്ടും നിർത്തലാക്കി. ഈ സർവീസുകൾ പുനരാരംഭിക്കാത്തത് പ്രവാസികളെയും വിദേശ മലയാളികളെയും വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സ്ഥലം ഏറ്റെടുപ്പ് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരെയുള്ള ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് വിമാനത്താവളത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ചാനൽ കരിപ്പൂർ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവനാ? പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ള മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.